കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ച ഷമി ഡ്രോൺ പരിശോധനയിലാണ്. ഡ്രോൺ പരിശോധന മാത്രമല്ല 3 സാധ്യതകളാണ് ഞാൻ നിൽക്കുന്ന ഈ സെന്റിനെന്റൽ, അതായത് ചൂരമല സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് സമീപത്ത് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ദൃശ്യങ്ങളിൽ 17 സ്ഥലമാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യ ശരീരഭാഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നത്. ഇവിടെ ഇൻസിഡൻറ്റ് ബേസ് ഓപ്പറേഷൻ കൺട്രോൾ റൂമിൽ നിന്ന് IG സേതുരാമൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു, ഫയറിൻ്റെ ജില്ലാ ഓഫീസർ മൂസ വടക്കേതിൽ, റീജിയണൽ ഫയർ ഓഫീസർ റഷീദ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കുകയും അവരുടെയൊക്കെ കൂടി നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കടാവർ ഡോഗിനെ കാണാം. സൈന്യത്തിൻ്റെ കടാവർ ഡോഗാണ് അവിടെ നിന്ന് അവിടെയുള്ളത്. അതും പരിശോധിച്ചിരുന്നു. 4 സാധ്യതകളാണ് ഇതിന് പ്രധാനമായുള്ളത്. ഒന്ന്, മണ്ണ് ഇളകിയ മണ്ണാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അടിഞ്ഞുകൂടിയ മണ്ണാകാം എന്ന അനുമാനത്തിലേക്ക് എത്താം. മറ്റൊന്ന്, ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ മാർക്ക് ചെയ്ത പ്ലേസ്. മറ്റൊരു കാര്യം, ഇത് കടാവർ ഡോഗും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നത് തന്നെയാണ്. മറ്റൊന്നൊരു ഗ്രൗണ്ട് ആയിരുന്നു, സമീപത്തൊരു കുളമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഈ തെരച്ചിൽ പ്രവൃത്തിയെപ്പറ്റി സംസാരിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഒപ്പം ചേരുകയാണ്. സാർ, ഇവിടെ ഒരു 17ഓളം സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മിഷൻ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇതിപ്പം നമുക്ക് ആ സ്ഥലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് സോയിലാണ്, അതായത് നല്ല ഇളയ കിടക്കുന്ന മണ്ണാണ്. നമുക്ക് മനുഷ്യനെ അങ്ങോട്ട് എത്തിച്ചേരാൻ പാടാണ്. മാത്രമല്ല ചെറിയ മെഷീനുകളും വലിയ ബുദ്ധിമുട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും നല്ല രീതിയിൽ അവിടേക്ക് നമുക്ക് ചെന്ന് ഈ മണ്ണെല്ലാം മാറ്റി അവിടെ സെർച്ച് നടത്തണമെന്നാണ്. ഇപ്പം IG സാറൊക്കെ വന്നിരുന്നു. അവരെല്ലാവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ 3 ജേഴ്സി ഹിറ്റാച്ചിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്നുള്ള ആ മണ്ണൊലിച്ച് വന്നത് നേരെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് പോയിട്ടുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഇവിടെ വന്നിട്ട് പോയതിൻ്റെ പേരിൽ ഇവിടെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടെത്താൻ സാധിച്ചേക്കാം എന്നൊരു അനുമാനത്തിലാണ് നമ്മളിവിടെ സെർച്ചിങ് ഒക്കെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുളമുണ്ടായിരുന്നു. അതെ, ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു, ഒരു ഗ്രൗണ്ടായിരുന്നു. ഗ്രൗണ്ടിന് അപ്പുറത്തായിട്ട് തന്നെ കുളം ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്രമല്ല ഇതൊരു കുറച്ചൊരു താഴ്ന്ന പ്രദേശമായിരുന്നു എന്നാണ് ഇവിടെ നാട്ടുകാരോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന്ന് കിടക്കുന്ന മണ്ണെല്ലാം തന്നെ മേളിൽ നിന്ന് വന്ന മണ്ണാണ്. അപ്പം ഈ മണ്ണ് മാറ്റി ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് സെർച്ചിങ് നടത്തിയാൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ, അത് ബോഡികൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയാണുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉള്ളവർ അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടെത്തുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ, ഞാൻ മനസ്സിലാക്കുന്നത് ആ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടങ്ങളിലാണ് സാധ്യതകളിൽ. അവിടെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ റിട്ടയർഡ് കേണൽ ഇന്ദവാൻ സാറിൻ്റെ ടീമിലുള്ള അവർ വന്നിട്ട് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചതിൽ കുറേ ഭാഗങ്ങൾ നമ്മുടെ സഹായത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. കാരണം അവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായത് കാരണം നമ്മുടെ അംഗങ്ങളാണ് അവിടെ ഇറങ്ങി നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. അവിടെയും കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഈ മണ്ണ് നിറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തും കുറച്ച് പോയിൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമുക്ക് സെർച്ചിങ് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം സേതുരാം സാറും ബൈജു സാറൊക്കെ വന്നിരുന്നു. അവരൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനം ഞങ്ങളുടെ RFIന് റഷീദ് സാറ്, അപ്പം അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇത് സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ നമുക്ക് ഇവിടെ തന്നെ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധന കൂടി പറയാം. ശാസ്ത്രീയ പരിശോധനയും പിന്നെ നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുള്ള പരിശോധനയും കൂടെയാണത്. കാരണം ആ ജലത്തിൻ്റെ ഒഴുക്കും ആ ദിശയും നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നൊരു അനുമാനം നമുക്കുണ്ട്. ഈ സ്ഥലം സെൻറ്റിനൽ റോക്സ് എന്ന് പറഞ്ഞൊരു തൊട്ട് മുകളിലൊരു ടീ ഫാക്ടറി ഉണ്ട്. അതിൻ്റെ താഴെ ഭാഗമാണ് ഇവിടെ സെൻറ്റിനൽ റോക്സ് എന്നാണ് ഈ ഭാഗത്തിന് അറിയപ്പെടുന്നുണ്ട്. അവിടെ 2 റോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വലത് ഭാഗമാണ്. അപ്പം യഥാർത്ഥത്തിൽ ആ നദി നേരത്തെ ഒഴുകി വന്നിരുന്നത് ആ പാറക്കെട്ടിനിടയിലൂടെ ഇവിടെ വന്നിട്ട് ഒരു S ആകൃതിയിൽ വളഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറിയത്. ഇവിടെ ഉണ്ടായിരുന്ന ഫുട്ബോൾ ഗ്രൗണ്ടും കുളവും എല്ലാം നാമാവശേഷമായി. അപ്പോൾ അതിന് മുകളിലേക്കാണ് ഈ മേളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ അവശിഷ്ടങ്ങൾ വന്ന് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒഴുകി വന്നതിൻ്റെ കൂട്ടത്തിൽ ബോഡി ഉണ്ടാകാം, അങ്ങനെയുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. സർ, ഞാൻ മനസ്സിലാക്കുന്നത് 5 JCBകൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സർ, പോരുത് 5 4 ഹിറ്റാച്ചികൾ ഇത് ഇവർ ശ്രമിക്കുന്നത് ഈ അവിടെ നിന്ന് അവർക്ക് വരാനുള്ള പാത ദുർഘടമാണ്. ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് എത്താനാണോ ശ്രമിക്കുന്നത്? അതെ, ഇത് ഈ എല്ലാത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം അവിടേക്ക് മനുഷ്യനെ എത്തിച്ചേർന്നിട്ട് അല്ലെങ്കിൽ ഈ വണ്ടികൾ ഡയറക്റ്റായിട്ട് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല. ഇവിടുന്ന് ക്ലിയർ ചെയ്ത് മാത്രമേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രത്തോളം ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. ഈ വണ്ടികളായിട്ട് പോലും അത് മണ്ണിൽ പൊതിയുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്നേ സെർച്ച് ചെയ്ത് ഇതിൻ്റെ വഴി ഒരുക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവിടുന്ന് ആ സൈഡിൽ കൂടെ കയറി വരുന്നു. ഈ ചെറിയ വണ്ടികൾ 3 ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടികളാണ് പെട്ടെന്ന് താണു പോകുന്നത്. ഈ ലോങ് ബൂമുള്ള വണ്ടികളാകുമ്പോൾ കുറച്ചുകൂടെ നീളത്തിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റും.
അപ്പോൾ അവരവിടെ ക്ലിയർ ചെയ്ത് വരുന്നതിന് മുറയ്ക്ക് ഈ വണ്ടിയും ക്ലിയർ ചെയ്ത് കൊണ്ട് പോകും. അങ്ങനെ ഒരുമിച്ച് അവിടെ സെർച്ച് ചെയ്ത് ആ ഭാഗം മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതെ, ഈ ഭാഗം ക്ലിയർ ചെയ്താണ് പോകുന്നത്. നമുക്ക് അവിടെയാണ് സെർച്ചിങ്ങിൻ്റെ കൂടുതൽ ഒരു ആവശ്യമുള്ളത്. വളരെ റിസ്കിയായ ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും റിസ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ പറഞ്ഞ സ്പോട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കമ്പ് കുത്താൻ തന്നെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ജീവനക്കാരാണ് ഇറങ്ങിയിട്ട് അവിടെ കമ്പ് കുത്തി ആ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അവിടെ ഇറങ്ങുമ്പോൾ തന്നെ പൊതഞ്ഞങ്ങ് പോവുക. പിന്നെ അവരെങ്ങനെ കയർ റോപ്പും ഒക്കെ അവരുടെ അനുഭവ സമ്പന്നൻ്റെ വെളിച്ചത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം അത്രത്തോളം റിസ്കി ഏരിയയാണ് ആ ഭാഗങ്ങൾ മുഴുവൻ. ഇവിടെ അത് തന്നെ നിങ്ങൾക്ക് ആ പാറക്കെട്ടിൻ്റെ ഇടയിലുള്ള ആ ഭാഗം നമുക്ക് അറിയാൻ പറ്റും. നല്ലതുപോലെ റിസ്കി ഏരിയയാണ്. കാരണം നമ്മൾ കാല് വെക്കുമ്പോഴേ താണങ്ങ് പോവുകയാണ്. നമ്മുടെ കാലിൻ്റെ മുഴുവൻ ഭാഗം താണു പോകണം. പിന്നെ നമുക്ക് തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടാണ്. ഇത് അനുഭവ സമ്പത്ത് പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. അല്പം മുമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. ആദ്യ ദിവസം ഒരു ഏണി ഒരു പാലമാക്കി മാറ്റി ഒരു വല്ലഭനും പുല്ലുമായതെന്ന്. തീർച്ചയായിട്ടും അത് അന്നൊരു ഭയങ്കര അത് നമുക്കതാണ് നമുക്ക് ആ ഒരു സംഭവ സ്ഥലത്ത് വരുമ്പോൾ എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് നമ്മൾ മുൻകൂട്ടി കണ്ടു ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത്രയും 600ഓളം പേര് ഇപ്പുറത്ത് കിടക്കുമ്പോൾ നമുക്കൊരു പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ നമുക്ക് അപ്പോൾ എന്താണ് ആലോചിച്ചത്, നമ്മളിത് വേറെ ചെയ്യാറുണ്ട്. ഒരു ഏണി എടുത്ത് വെച്ച് നമുക്ക് അക്കരെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കണക്ട് ചെയ്ത് നമ്മുടെ ഏണിയുടെ ബലം നമുക്കറിയാം. അതിനകത്തൂടെ നമുക്ക് ആളിനെ നിർത്തി നമ്മളവിടെ സേഫായിട്ട് നിർത്തിക്കൊണ്ട് ആളിനെ അക്കരെ കടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ തൊട്ട് മുകളിൽ മണ്ണിൽ പൊതിഞ്ഞ സന്ദർഭമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെയും ഇത്ര സാഹസ്യമായിട്ട് പോയി രക്ഷപ്പെടുത്തി. പിന്നെ അതുപോലെ ഒരു കുട്ടിയെ നമ്മൾ റെസ്ക്യൂ നിഖിൽ നമ്മുടെ ജീവനക്കാരനാണ്. അദ്ദേഹം അതുപോലെ വളരെ റിസ്ക് എടുത്താണ് ആ പിഞ്ചു കുഞ്ഞിനെ അക്കരെ കടത്തിയത്. ആ റോപ്പ് റെസ്ക്യൂ നമുക്ക് ടീം തന്നെയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തരം രക്ഷാപ്രവർത്തനം നമ്മൾ 2012 പ്രളയത്തിന് ശേഷം കൊണ്ടുവന്നൊരു പുതിയ രീതിയാണ്. അപ്പം കയറ് വലിച്ചു കെട്ടി അതിനെ എത്തിക്കാനുള്ള സന്ദർഭം. അപ്പം റോപ്പ് കെട്ടുകയെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇക്കരെ വരണം. ഈ ഒരു ദുർഘടമായ കണ്ടീഷനിലാണ് നമുക്ക് ഇക്കരെ എത്തേണ്ടത്. ഇക്കരെ എത്തി റോപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രത്തോളം ദുർഘടമായ ഇതിലാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ഇവിടെ വർക്ക് ചെയ്തത്. നമ്മുടെ ഈ പ്രവർത്തനത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ സേനാ വിഭാഗത്തിൻ്റെ അതുകൊണ്ട് നമുക്ക് വില്ലേജ് ഓഫീസർ സാറിനോട് ചോദിക്കാം. സാറ് ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ ഇവിടെ 17 പോയിന്റ് മാർക്ക് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ എക്യുപ്മെൻറ്റ്സ് പിന്നെ ഹെവി എക്യുപ്മെൻറ്റ്സ് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി. ആ ഹെവി എക്യുപ്മെൻറ്റ്സ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ IG സാറും മറ്റും അതുപോലെ ഫയർ ഓഫീസറൊക്കെ വന്ന് അതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പം 4 ഹിറ്റാച്ചി ഇതിൻ്റെ മറുവശത്ത് നിന്ന് പുഴയിലൂടെ അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ലോങ് ബൂം അങ്ങോട്ട് പോകുന്നുണ്ട്. അത് രണ്ട് ഈ ചെളി നിറഞ്ഞ അവസാദങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ സോയിൽ ആയതുകൊണ്ട് അവിടെ വഴി വെട്ടി അവിടെ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എക്സ്കവേഷൻ നടത്തി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പരമാവധി ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് മുമ്പോട്ട്. ഇവിടെ നമുക്കിപ്പോൾ 17 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തെരഞ്ഞു നോക്കുക. നമുക്ക് ഇവിടെ സാധ്യത ഉണ്ടെന്നുള്ളത് മാത്രമാണ്. നമ്മൾ അത് തെരഞ്ഞു നോക്കുക. എന്തെങ്കിലും ആകാം, ബോഡി ആകാം, ബോഡി പാർട്സ് ആകാം. പക്ഷെ നമുക്ക് അവിടെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് സ്നിഫർ ഡോഗും ഈ പറഞ്ഞ നമ്മുടെ ഡ്രോൺ പരിശോധനയിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. എക്സ്കവേഷനുള്ള മാർഗ്ഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് രാവിലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ട് രാവിലത്തെ കണക്ക് പ്രകാരം 186 ആളുകളെയാണ് കാണാതുള്ളത്. അവരെവിടെയാണെന്ന് അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പം ഒരുപക്ഷെ മൃതശരീരമായിരിക്കാൻ ലഭിക്കുന്നത്. പക്ഷേ അതിനൊരു ഉത്തരം വേണം. ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശക്തമായ തിരച്ചിലാണ് പോകുന്നത്. എനിക്ക് പിന്നീട് കാണുന്ന സ്ഥലത്താണ് 17 പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ അതിന് സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം ഈ വലിയ ഇതിന് മണ്ണ് മാന്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ വലിയ മെഷീന് പോലും അവിടെ എത്തുക എന്നുള്ളത് അപ്രായോഗികമായൊരു കാര്യമാണ്. അതിനെ പ്രായോഗികമാക്കാൻ വേണ്ടിയാണ് മണ്ണിട്ടുകൊണ്ട് അവർ അങ്ങോട്ട് കടന്നു പോകുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ കമ്പ് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കാണുമ്പോൾ അറിയാം ഒരു പുതഞ്ഞു പോവും. ഈ ഉദ്യോഗസ്ഥരോട് പോയി മാർക്ക് ചെയ്യും. അത്ര കഷ്ടപ്പെട്ടാണ് മേജർ ഇന്ദ്രപാലിൻ്റെ സംഘം ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഇവർ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിനെ ഒന്ന് കുറച്ചുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി കടാവർ ഡോഗ് സൈനിക ഉദ്യോഗസ്ഥരാണ് കാണുന്നത്. നമ്മൾ ഉച്ച സമയത്ത് അവരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അവരാണ് ഇപ്പോൾ അവിടെ എത്തി പരിശോധന നടത്തി അവരും കൂടി ഉറപ്പുവരുത്തുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതഞ്ഞ മണ്ണാണ്. പുഴ വഴിമാറി എത്തിയത്. മറ്റ് നിർഭാഗ്യകരമായ അല്ലെങ്കിൽ സങ്കടത്തോടെ പറയേണ്ട സ്ഥലമുണ്ട്. ഇവിടെ ഒരു കുളിക്കടവും കുട്ടികളുടെയൊക്കെ ഈ സ്ഥലത്തെ ഒരു ഗ്രൗണ്ട് കൂടിയായിരുന്നു എന്നുള്ളത്. അതും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആ വളരെ ശാസ്ത്രീയമായ രീതിയിൽ റവന്യൂ, PWDU, ഫയർഫോഴ്സ്, മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സേവനം അല്ലെങ്കിൽ ഈ തിരച്ചിൽ പ്രവൃത്തി തുടരുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്തു നിന്ന് പറയാൻ സാധിക്കുന്നത്.